പൂർവം രാമതപോവനാനിഗമനം ഹത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതദ്യ രാമായണം. ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീരാമചന്ദ്ര പ്രഭോ പാഹി പാഹി. ഇപ്പം മണ്ഡോദരിയെ വിവാഹം കഴിച്ചുവല്ലോ. രാവണൻ ഇന്നലെ മണ്ഡോദരി വിവാഹം കഴിച്ചു. വിവാഹ സദ്യ നമുക്ക് ഇന്ന് കഴിക്കാം. വിവാഹം കഴിച്ചതേ ഉള്ളൂ. ഒരു കുട്ടിയായി. ആ കുട്ടി എങ്ങനെ കരഞ്ഞു. പ്രസവിച്ച ഉടനെ കുട്ടികൾ കരയുമല്ലോ. ഈ കുട്ടി എങ്ങനെ കരഞ്ഞതെന്ന് അറിയോ? മേഘനാഥം പോലെ ബുദ്ധിമുട്ടും കണക്ക് അങ്ങനെ കരഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ പേരും വിളിച്ചു. മേഘനാഥം പോലെ രോദനം ചെയ്യുകയാൽ മേഘനിനാഥനിൽ നെട്ടിതു നാമവും പുത്രമിത്രാർത്ഥ കളത്ര ഭൃത്യാമാത്യവൃദ്ധിയോടും തത്ര ലങ്കാനഗരിയിൽ വാണിയിടിനാൻ ദശവക്രൻ ദിനം പ്രതി വാനവരെ പീഡിപ്പിച്ചു മതിഷഠൻ. പങ്ക്തിമുഖനുടെ ദുശ്ചരിതങ്ങളേട്ട് അന്തർമനസി ചിന്തിച്ചു ധനേശനും നല്ലതു ചൊല്ലണം എല്ലാവരും തനിക്കുള്ളവരോടതു നല്ലതു നിർണയം എന്നു കൽപ്പിച്ചൊരു ദൂതനെ വിട്ടിതു ചെന്നു നീ ചൊല്ലണമെന്നുടെ വാക്കുകൾ അപ്രകാരങ്ങളെല്ലാം നിജദൂതനോടെ പേരും അപ്പോൾ പറഞ്ഞയച്ചിടുന്നാൻ. ചെന്നു ലങ്കാപുരി പൊക്കിതു ദൂതനും വന്നു വിഭീഷണൻ സൽക്കരിച്ചീടിനൻ. പിന്നെ ദശമുഖനെ ചെന്നു കണ്ടിതു ചൊന്നാനവനു വിധിക്കുന്നു സാദരം. ആസനവും കൊടുത്താശു പൂജിച്ചളവാസീനദൂതനപ്പോൾ പറഞ്ഞിടിനാൻ രാക്ഷസരാജാ ജയ ജയ സന്തതം ദാക്ഷിണ്യശീല പ്രഭു ഗുണവാരിധേ. മേഘനിനാദം പോലെ കരഞ്ഞതുകൊണ്ട് മേഘനാഥൻ പേരുവിട്ടു. ഇവിടെ വളരെ ഗംഭീരമായി സന്തോഷമായി. ഒരു ആൺകുട്ടി ഉണ്ടായില്ലേ, അതിന്റെ സന്തോഷം കൊണ്ട് പിന്നെ വാനവരെയും അതായത് മനുഷ്യന്മാരെയും ദേവന്മാരെയും മനുഷ്യന്മാരെയും എല്ലാരെയും ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് ജീവിക്കലായി. അപ്പൊ പാവം നമ്മളെ ധനതൻ അതായത് കുബേരൻ അദ്ദേഹം പറഞ്ഞേച്ചൊരു ദൂതന അത് നല്ലത് പറഞ്ഞു കൊടുക്കണല്ലോ അപ്പാ എന്നും വിചാരിച്ചു ദൂതനെ പറഞ്ഞേച്ചിട്ട് പറഞ്ഞു. വിഭീഷണൻ സൽക്കരിച്ചു വന്നിട്ടാകുമ്പോ ദശമുഖനെ പോയി രാവണനെ പോയി കണ്ട സമയത്ത് ഇരുന്നു പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ പറഞ്ഞു. ഏട്ടന്റെ സന്ദേശവാക്കുകൾ കേട്ടോ. ഏട്ടനൊരു സന്ദേശം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അതും കൊണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കണേ. എല്ലാം ഉഗ്രമായി ആ തപസ് ചെയ്തിട്ടല്ലേ ഇങ്ങനെ ഫലം ഉണ്ട്. അതെല്ലാം ക്ഷയിച്ചു പോകും ഈ ഭോഗങ്ങളാല്. ഭോഗത്തിലേക്ക് മനസ്സ് വെച്ചാല് പലരും ഇതുപോലെ ആയിട്ടുണ്ട്. അതുപോലെ ആവല്ലേ എന്ന് പറഞ്ഞിനാട്ടൻ യൗവനം കൊണ്ടും വരബലം കൊണ്ടും ഈ ജനങ്ങളെല്ലാം ഇങ്ങനെ പീഡിപ്പിച്ചാല് നിനക്ക് ആപത്ത് വരും. ആപത്ത് വന്നിട്ട് ആയുർവിനാശവും വരും. അതുകൊണ്ട് നിരൂപിക്കണം, നല്ലോണം നിരൂപിച്ചിട്ട് ചെയ്യണം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അതുമാത്രമല്ല വൃന്ദാരകന്മാരെ ദൂഷിച്ചതും ബലാൽ നന്ദൻ ഉദ്യാനം അഴിച്ചതും എല്ലാം ഞാൻ കേട്ടു. വൃന്ദാരകന്മാരെ ദൂഷിച്ചതും കേട്ടു. നന്ദനവനം അഴിച്ചതും കേട്ടു. കശ്മലനാണ് വൈശ്രവണന്റെ അനിയൻ എന്ന് പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചത് എന്നൊക്കെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഇനിയും ഞാൻ പറയുന്നത് കേട്ടോ. ദേവന്മാർ മന്ത്രം തുടങ്ങിന ദേവമുനീന്ദ്രന്മാർ ചിന്തിച്ചു കൊള്ളുക നീയും ഇതൊക്കവേ. ഞാനിങ്ങു ശങ്കര സഖ്യവും പ്രാപിച്ചു ദീനങ്ങൾ തീർത്തിരിക്കുന്നതറിക നീ എന്നിവ
വണ്ണം ദൂതവാക്യങ്ങൾ കേട്ടുടൻ തന്നെ കൈഞ്ഞെരിച്ചട്ടഹാസം ചെയ്തു ചൊന്നാൻ പരിഹാസപൂർവകം എത്രയും നന്നഗ്രജൻ ചൊന്നതു കേവലം താൻ എത്രയും ധനവാൻ ഗുണവാൻ എന്നും ഞാനതി കശ്മലൻ ദുഷ്ടനെന്നൂമിഹ ചൊന്നതുപമന്നമില്ലൊരു സംശയം തന്നെ നന്മ കൊണ്ടോ പൊറുക്കാമല്ലോ. ആശാവതിത്വം ഗുഹ്യകേശത്വമേശ സഖിത്വം നിധീശത്വവും തഥാ കിന്നരേശത്വം യക്ഷാധിപത്യവും പുണ്യജനത്വവും മറ്റും ഈ വണ്ണവും നാനാ പ്രഭുത്വങ്ങളുള്ളവ ചിന്തിച്ചു മാനിച്ചു തന്നെ മറ്റുള്ളവരെ നിന്ദിച്ചു കോട്ടയിൽ ഉൾപ്പൊക്കിരുന്നുകൊൾ എന്നതും കാട്ടിക്കൊടുക്കുന്നതുണ്ടു ഞാൻ വൈകാതെ. ഇങ്ങനെ നല്ലത് കുറേ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു, ഞാൻ വലിയ നല്ലവനാന്നൊന്നുമില്ലൊരു ഭാവം, മറ്റുള്ളവരൊക്കെ മോശക്കാരല്ലേ, ഞാനാണ് നല്ലത്. എൻ്റെ ഏട്ടെന്ന് പറയുന്നതിൻ്റെ സ്വഭാവം തന്നെ കൊല്ലണം തോന്നുന്നു എനിക്കതെല്ലാം കേൾക്കുമ്പോൾ. ഞാൻ വലിയ പൈസക്കാരനെന്ന് ഗുണവാനാണ് അങ്ങനെയല്ലോ ഇപ്പൊ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അവിടെ ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഒരൊറ്റ വെട്ടൽ ഈ ഭാഗത്തില് ദൂതൻ എന്ത് പിഴച്ചു എന്ന് ഈ ദൂതനെ തറച്ചാടി ഇട്ടു. അപ്പൊ ദൂതനെ കൊന്നുകൊണ്ട് ഒരു ദൂതൻ മുഖാന്തരം മരിക്കാനിടയായി. ഒരു ദൂതനാര്? നമ്മുടെ വായുപുത്രൻ. മുമ്പിനാലഗ്രൻ തന്നെ ജയിക്കണവും പിന്നെ ജയിക്കാമിതെന്നുടൻ വൻപടയോടും പുറപ്പെട്ട് തന്നേരം വൻപനായിടും ദശാസൻ മഹാബലൻ. ഏട്ടനെ ആദ്യം, ഏട്ടനെ ജയിച്ചു കഴിഞ്ഞിട്ട് മറ്റവരെ ജയിക്കാം ദേവന്മാരാ എന്നും പറഞ്ഞിട്ട് പുറപ്പെട്ടു. ഭൃഗ്വാദികൾക്കു ദാനങ്ങളുടൻ ചെയ്തു ദിഗ്ജയമായ മുഹൂർത്തവും ഓർത്തുടൻ ദേവതാ പ്രീതിയും ചെയ്തു സന്നദ്ധനായി ദേവതാരാതി മഹാരഥമേറിനാൻ തരതിപ്പു നോക്കി പ്രഥമം മഹാപ്രസ്ഥാനവും ദശവക്തൻ തുടങ്ങിനാൻ ആരീജനോടു ശുഖസാരണന്മാരും വീരൻ മഹോദരനും മഹാപാർശ്വനും വൻപനാം ധൂമ്രാക്ഷനും അവരാരോപിർ മുമ്പിൽ നടക്കാ പെരുമ്പടയോടുടൻ ചെന്നളകാപുരി കണ്ടണയും നേരം നിന്ന ധനേശദൂതന്മാരതു കണ്ടു ചെന്നു ധനാധിപൻ തന്നോട് ചൊല്ലിനാൻ കിന്നരാധീശ്വരനും പറഞ്ഞിടിനാൻ നിങ്ങൾ അവരോട് എതിർത്ത് പോർ ചെയ്താലും അങ്ങു ഞാനും വരുന്നുണ്ട് യുദ്ധത്തിനായി. അപ്പൊ ഇവര് ധൂമ്രാക്ഷനും മഹോദരനും മഹാപാർശ്വനും അങ്ങനെ 5-6 പേര്, ശുഗനും സാരണനും അങ്ങനെ 5-6 പേര് യുദ്ധത്തിന് പോയി. അവിടെ എത്തുമ്പോ അവിടുത്തെ ഭൃത്യന്മാര് പറഞ്ഞു, യുദ്ധത്തിന് വരുന്നുണ്ട്, അങ്ങയുടെ അനിയന്റെ ആൾക്കാരാന്ന് തോന്നുന്നു പറഞ്ഞു. നിങ്ങൾ അവരോട് പോയിട്ട് യുദ്ധം ചെയ്യ്, ഞാൻ വരാന്ന് പറഞ്ഞു. ലക്ഷലക്ഷോബലം തമ്മിൽ എതിർത്തപ്പോൾ പ്രക്ഷോഭമായതു ലോകത്രയം തഥാ യക്ഷപ്രവരോടേറ്റു രക്ഷോബലം നിൽക്കരുതാഞ്ഞു ഭയേന വാങ്ങിയിടിനാൻ. അപ്പോൾ അത് കണ്ട നേരം ദശാനൻ അബ്ധി പോലെ അലറിച്ചെന്ന് പോർ ചെയ്ത യക്ഷവീരന്മാർ ചുഴന്നു പോർ ചെയ്തു രക്ഷോവരനും കുറഞ്ഞതില്ലേതുമേ. ദശാസൻ ഗതയുമായി ചെന്നുടൻ നിഗ്രഹിച്ചാൻ പല യക്ഷവീരന്മാരെ ശൂരനായുള്ളൊരു യക്ഷനതു നേരം മാരീചനോടു കലഹം തുടങ്ങിനാൻ. ഗംഭീരം പറഞ്ഞ ഗംഭീരമായി ആയിരിക്കും, പൊറുതിയില്ലാത്ത മാതിരിക്ക് യുദ്ധമായി. അപ്പം പറഞ്ഞു, ഈ അവർക്ക് ശക്തി കുറഞ്ഞിനോ എന്ന് ചോദിച്ചിട്ട് ഇയാൾ എന്നെ ചാടിക്കറി രാവണൻ തന്നെ തുടങ്ങി ഗംഭീരമായ യുദ്ധഗതയും കൊണ്ട് എന്നിട്ട് അപ്പൊ യക്ഷൻ അളകാവരിയിലേക്ക് പോയി. അടുത്ത പയ്യന്നെ വനം തോരണമൂരിയടിച്ചാനതു നേരം ഘോരനാം ഭാസ്കരഭാനു ദശാസ്യനെ പൗലസ്ത്യനും അതുകൊണ്ട് വീണിടിനാൻ ആലസ്യവും തീർന്നവനും. അനന്തരം ഒന്നടിച്ചിടിനാൻ ഭാസ്കരഭാനുവേ നന്നായി പൊടിഞ്ഞു വീണിടിനാനൂഴിയിൽ എന്നതു കണ്ടു ഭയത്തോടു മൂടിനാൻ നിന്ന യക്ഷന്മാരതു കണ്ടനന്തരം മാണീചരനായ യക്ഷകുലാധിപൻ മാഞ്ഞവൻ നിജ സൈന്യമായുള്ളതിൽ
4000 പടയോടും അടുത്തതിൽ1000 കൊല ചെയ്താൻ മഹോദരൻ. ഒരേ യുദ്ധം, ഗംഭീരമായ യുദ്ധം. 4000 ആൾക്കാർ ഒന്നിച്ചു വന്നു, അതിൽ 1000 കൊന്നു. വേണ്ടാതെ പണിയാൽ ഇയാൾ എടുക്കൂലോ, എന്നിട്ട് ശാപം മേടിച്ചു കൂട്ടും. 2000 മുടുക്കിനാൻ മാരീചനുണ്ടായ ഗോപാലടുത്തി ഉയക്ഷനും. ധൂമ്രാക്ഷനും മുസലം കൊണ്ടെറിഞ്ഞിതു താമ്രാക്ഷനായ മാണിചരൻ അന്നേരം ധൂമ്രാക്ഷനെ ഗത കൊണ്ട് എറിഞ്ഞിടിനാൻ വന്മല വീണ പോലെ പതിച്ചാനവൻ. മാണീചരൻ എന്ന് പറഞ്ഞ ഗന്ധർവ യക്ഷൻ ധൂമ്രാക്ഷനെ അടിച്ചു. അപ്പൊ അത് പർവ്വതം വീണതുപോലെ വീണു. അപ്പോ രാവണൻ ഒരു വേലയച്ചു. വേലയക്കുന്ന സമയത്ത് ഇത് യക്ഷൻ വേലയച്ച സമയത്ത് അത് ഇവന്റെ നമ്മളെ രാവണന്റെ മാറിടത്തിൽ തന്നെ ഏറ്റിട്ട് ഗതി കൊടുത്തിട്ട് മാണിചരൻ എന്ന് പറയുന്ന യക്ഷന്റെ തലപ്പടിച്ചു. മകുടം കിരീടം വീണു എന്ന് പറയുന്നത്. കിരീടം ഒരു ഭാഗത്തേക്കായി. ഇതിന് ഒരു പേരുമായത് പാർശ്വ കിരീടൻ. കിരീടം ഒരു പാർശ്വത്തിലേക്ക് പോയതുകൊണ്ട്. അപ്പം ഗംഭീരമായിട്ടുള്ള യുദ്ധത്തില് വൈശ്രവണനും വന്നിട്ട് പറഞ്ഞു, നീ എന്തിന് ഇമാതിരി കളി കളിക്കുന്നു? എന്നോട് കുറേ ആൾക്കാർക്ക് തപസ് ചെയ്തിട്ട് യമന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് വരപ്രഭാവം കൊണ്ട് ആരും ഉപദ്രവിക്കല്ല. നിന്റെ ദുഷ്കർമ്മത്തിന്റെ ഫലമെല്ലാം നീ വളരെ താമസം ഇല്ലാതെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ദേഹനാശം വരുന്ന മുമ്പേ ഈ ചെയ്ത പണിയെല്ലാം, ഈ തപസ്സിന്റെ ഫലമെല്ലാം കളയണ്ട. ആഹാര നിഹാര നിദ്രാപരന്മാരായി മോഹവശകതന്മാരായ അനുദിനം ദേഹധനാദികളെല്ലാം ഗതാഗതം ദേഹിക്കെന്നുള്ളതേതും അറിയാതെ ധർമാധർമ്മങ്ങളും ചിന്തിയാതെ നിത്യം ദുർമര്യാദങ്ങു ചെയ്തു ജന്തുക്കളെ പീഡിപ്പിച്ചിടുന്ന ദുഷ്ടൻ നരകങ്ങളാകൽ കൈക്കൊണ്ട് ഭുജിക്കും ചിരകാലം. ധർമാധർമ്മം എന്ന് അറിയാണ്ട് ഈ പാപങ്ങളെല്ലാം ഇങ്ങനെ ദ്രോഹിക്കുന്ന ആള് അതറിയും. അതിന്റെ ആ ബുദ്ധിമോശമാണ് ഞാൻ ചെയ്തെന്ന് ഒരു കാലത്ത് അറിയാതിരിക്കില്ല, വളരെ വൈകാതെ അറിയും എന്നാണ് പറഞ്ഞത്. മൂഢനാം നിന്നോട് ചൊല്ലുന്ന ഞാൻ അതിമൂഢനെന്നേ വരൂ, കേൾക്ക ജലപ്രഭു. ഘോരനാം നീ മതം കൊണ്ടു മതിച്ചൊരു കാരണമെന്നിയേ സാധുജനങ്ങളെ പാരമുപദ്രവിച്ചിടുന്നതൊരു കാര്യമല്ല നിനക്ക് മധുമൂലം. മേലിലാപത്തുകൾ ഘോരമായി വന്നിടും, മൂലവിനാശവും കൂടെ വരും ദൃഢം. യുദ്ധം പറഞ്ഞു കഥയുമെടുത്തു സന്നദ്ധരായി ചെന്നണയുന്ന ധനേശ്വരൻ തന്നെ ധീരത കണ്ടു നിശാചർ നിന്നവർ പേടിച്ച കന്നാരതു നേരം. എപ്പോഴും തമ്മിൽ തല്ലുന്നവര് പിന്നെയും തല്ലുമ്പോ അത് കാര്യമില്ല. എപ്പോഴും തല്ലാത്തൊരു ശാന്തശീലന്മാർക്ക് ദേഷ്യം വന്നാല് അത് ഗംഭീരാണ്. അദ്ദേഹം ഇത്രയും പറഞ്ഞിട്ട് കേൾക്കാഞ്ഞിട്ട് ഗതി കൊടുത്തിട്ട് വരുമ്പോ രാക്ഷസന്മാർക്കെല്ലാം പേടിയായി. സത്വരം ചെന്നു നക്തഞ്ചരാധീശനെ ക്രുദ്ധനായി ഒന്നടിച്ചാൻ ധനാധീശ്വരൻ. തല്ലുകൊണ്ടാശു വിറച്ചു ദശാനനൻ തുല്യനായി നിന്നു പൊരുതാനതു നേരം. കണ്ടു നിന്നൊരു ദേവാദികളേറ്റവും കൊണ്ടാടിനാരഥ രണ്ടു ജനത്തെയും. യക്ഷേശനാഗ്നേയമസ്ത്രം പ്രയോഗിച്ചാൻ രക്ഷോവരൻ വരുണാസ്ത്രേണ മാറ്റിനാൻ. പിന്നെ മായായുദ്ധമാശു ചെയ്യും നേരം കിന്നരാധീശ്വരൻ തന്നെ മോഹിപ്പിച്ചാൻ. പൗലസ്ത്യനും നിജബുദ്ധി മറന്നുടനാലസ്യം ഉൾക്കൊണ്ടു വീണാനവനിയിൽ. പത്മാഹതികളാമുനികൾ ധനവനെ കെൽപ്പോടെടുത്തുടൻ നന്ദനകാനനെ വെച്ചു രക്ഷിച്ചുണർത്തിയിടിനാരന്നേരം. നിശ്വാസം ഉൾക്കൊണ്ടു നിന്നു ധനധനും പുഷ്പക ആയ വിമാനവും കൈക്കൊണ്ടു കർപ്പൂരാധീശ്വരനും നടന്നിടിനാൻ. ഒരടി കൊടുത്തിട്ട് ഇവൻ വീണിട്ടാൻ എന്ത് ചെയ്തത്? മായായുദ്ധം ചെയ്തിട്ട് ആ അദ്ദേഹത്തിന് ബോധം കെടുത്തി വീണുപോയി അദ്ദേഹം.
അത് വേഗം ദേവന്മാരെല്ലാരും വന്നിട്ടെടുത്തിട്ട് നന്ദനത്തിൽ കൊണ്ടുപോയി രക്ഷിച്ചു, എന്നിട്ട് ഉണർത്തി. അപ്പൊ ഒരു ശ്വാസം കെട്ടിപ്പോയി. ശ്വാസം കിട്ടുന്ന സമയത്ത് ഇവനെന്താക്കി, പുഷ്പം കൊടുത്തില്ല, ഒരൊറ്റ പൊക്കിലങ്കിലേക്ക് പോരെ. ഒരു ജന്തു എന്ന് പറഞ്ഞാല് അഗ്രജൻ തന്നെ ജയിച്ചു ദശാനനൻ നിർഗമിച്ചിരുന്ന പുഷ്പകത്തിന്മേലെ വന്നു ശരവണദേശമണഞ്ഞപ്പോൾ നന്നായുറച്ചിള കാഞ്ഞതു പുഷ്പകം. എന്തിതിൻ കാരണമെന്നു ദശാനനൻ ചിന്തിച്ചുടർന്നത് കൊണ്ടു മാരീചനും ചൊന്നാൻ, ധനതനെ എന്നിയെ പുഷ്പകമന്യജനത്തെ വഹിക്കയില്ലെന്നതോ മറ്റൊരു കാരണമുണ്ടാകയോ ഇതിൽ കുറ്റമെന്തോന്ന് വിചാരിച്ചു കാണണം എന്നു പറഞ്ഞിരിക്കുന്ന നേരം തത്ര നന്ദീശ്വരനൊരു വാനര വേഷമായി ചെന്നുര ചെയ്താൻ. ഉമാപതി ശങ്കരൻ ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ നീലകണ്ഠൻ നർത്തമാടും പ്രദേശം യഥാർക്കും ഒരിക്കലും വന്നുകൂടായല്ലോ. അപ്പോ നന്ദീശ്വരനൊരു കുരങ്ങന്റെ വേഷം എടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, ഇത് ശങ്കരനില്ലേ മഹാദേവൻ, അദ്ദേഹം നൃത്തം ചെയ്യുന്ന സ്ഥലമാണ്, അതിന് മേലെ പോകൂല വിമാനം, പറക്കൂല എന്ന് പറഞ്ഞു. നിന്റെ മേലെ ആയിരിക്കും വന്നോളാം, നീ വന്ന വഴിക്കന്നെ തിരിച്ചു പോയിക്കോന്ന് പറഞ്ഞു. നിനക്കിത് ഇത്ര അഹങ്കാരം, നീ മരിക്കാൻ വേണ്ടി വന്നതാണോ എന്നു ചോദിച്ചു. നേരം പറഞ്ഞു, ഒരു കുരങ്ങമന്ത്രി എന്നോട് പറയുന്നതാ എന്ന് പറഞ്ഞിട്ട് അട്ടഹസിച്ച് ചിരിച്ചു. എന്നിട്ട് പരിഹാസാക്കുന്ന കേട്ടിട്ട് നന്ദീശ്വരൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ നിന്നെ ഏതായാലും വധിക്കുന്നില്ല, അദ്ദേഹം ഒരു വരം തന്നിട്ടുണ്ടല്ലോ, മനുഷ്യന്റെ കൈ കൊണ്ടേ മരിക്കൂലൂ എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല, ആവാത്തത് കൊണ്ടല്ല കൊല്ലുന്നില്ല, ആ വരത്തിന്റെ പ്രാഭവ നിമിത്തം നീ എന്നെ വാനരൻ പറഞ്ഞിട്ട് നിന്നിച്ചില്ലേ, അതുകൊണ്ട് വാനരന്മാരാ തന്നെ നിന്റെ കുലനാശവും വരും, കുരങ്ങന്മാരെന്നെ നിന്റെ വംശം നശിപ്പിക്കും, ദേവന്മാരും ദ്വിജേന്ദ്രന്മാരെയും ദ്രോഹിച്ചിട്ട് നിന്റെ ആയുസ് അങ്ങനെ എത്തിപ്പോട്ടെന്ന് പറഞ്ഞു. ഇതൊന്നും അറിയുന്നില്ല ഇദ്ദേഹം, ക്രോധത്തിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒന്നും അറിയുന്നില്ല ഈ രാവണൻ. ശങ്കരനാകുന്ന ദേവൻ ആരാണ് ശങ്കരൻ ചോദിച്ചു. നേർവഴിയെ മമ പോകരുതെങ്കിൽ നീ പോവതൊഴിച്ചുകൾ നാഥനെന്നാകിലോ എന്നു പറഞ്ഞിളക്കിയെടിനാൻ കൈലാസം ഒന്നു കുലുങ്ങിയന്നേരം പരവശാൽ ചന്ദ്രചൂടാനുചരന്മാർ വിറച്ചിതു. ചന്ദ്രാനനയായ പാർവതീ ദേവിയും ആടൽ പൂണ്ടോടി ഉയർത്തു ഭയം പൂണ്ടു ഗാഠമാലിംഗനം ചെയ്തരുളിയിടിനാൻ. ലോകമാതാവ് പുണർന്നതു കണ്ട് അനുരാഗവശനായി ചിരിച്ചു മഹേശനും. ചാരുപാദാങ്കുഷ്ടമൂന്നി കളിച്ചതു നേരമുറച്ചിതു കൈലാസ ശൈലവും. ശങ്കരനാ, ഏതായി ശങ്കരൻ, ഓനൊന്ന് കണ്ടിട്ട് കാര്യം. എന്റെ വഴി മുടക്കാൻ മാത്രം അത്രക്ക് വലിയ ആളായിട്ടൊരു ശങ്കരനുണ്ടോ എന്നാ നോക്കാന്ന് പറഞ്ഞിട്ട് ഇത് ഭഗവാന്റെ പർവ്വതം കൈലാസം എടുത്തിട്ടങ്ങ് കുലുക്കാൻ നോക്കി. അപ്പൊ എല്ലാരും അടുത്ത ഭഗവാന്റെ പാർഷദന്മാരെല്ലാം ഓടി പേടിച്ചു. അതുപോലെ പാർവതി ദേവിയും പിടിച്ചു. പാർവതി ദേവി ഓടി വേർത്ത് നാനാവിധായി ഭഗവാനെ കെട്ടിയങ്ങ് പിടിച്ചു. ഭഗവാന് സന്തോഷം വന്നു, ഒന്ന് ചിരിച്ചിട്ട് ഈ കാലിന്റെ പെരുവരലുണ്ടെന്നിട്ട് അമർത്തി വെച്ചു. ആ സമയത്ത് അമർന്നു, പിന്നൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കൈകസീപുത്രനും ശൈലമിളക്കിയ കൈകൾ 20 പർവ്വതം തന്നെ കീഴായി ഞെരുങ്ങിച്ചമഞ്ഞതു കാരണമൊഴിയും ആഴിയും ശൈലവനങ്ങളും കേഴുന്ന നാദങ്ങൾ കേട്ടു വിറച്ചിതു ലോകത്രയത്തിങ്കലുള്ള ജനങ്ങളും. ശോകം കലർന്നു ഭയവിവശന്മാരായി ഹസ്തങ്ങളെ അങ്ങ് വീണയാക്കിക്കൊണ്ടു തത്രൈവ സാമഗാനം ചെയ്ത നാരദം. മൃത്യുഞ്ജയനെ ഭജിച്ചാനതു നേരം ഭക്തിയും വർദ്ധിച്ചിതു ദശവക്ത്രനും. 1000 സംവത്സരം പുനരങ്ങനെ പോയതു കാലം ദശാസനതുകാലം. കാലാധികാരുണ്യപൂർണ്ണ ചിത്തേന തൃക്കാലുമയച്ചരികെ ചെന്നരു ചെയ്തു. ഇത്രലോകത്തെങ്കിൽ നിന്നെ കണക്കെ മറ്റിത്ര ബലവാന്മാരായില്ലൊരുവരും. രാവം തൊതീയം നിറഞ്ഞു ജഗത്രയെ രാവണൻ എന്നതിനാ തവ നാമവും. ഇങ്ങനെ പറഞ്ഞു.
20 കൈ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഇടക്ക് പെട്ടില്ലേ, കൈലാസം അളക്കാൻ ഒരു കൈ കൊണ്ടല്ല തുടങ്ങിയത്. അപ്പോൾ അല്ലേ കാലുകൊണ്ട് അമർത്തിട്ട് അട നിന്നു കൈലാസം. നേരെ കരഞ്ഞ് 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 പിന്നെ എങ്ങനെ ഈ കൈ കൊണ്ട് ഹസ്തങ്ങളെ വീണയാക്കി, കൈയിൻ്റെ ഉള്ളിൽ പെട്ട ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ വീണയാക്കിയിട്ട് പാട്ട് പാടി എന്നാ പറയുന്നത്. അതാണ് ഈ ജടാകടാകസംഭ്രമഭ്രമനിലിംബനിർജ്ജരി വിലോല വീചി വല്ലരി വിരാജമാനമൂർധൻ ധഗ 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 ജ്വലല്ലലാടപട്ടപാവകേ കിശോര ചന്ദ്രശേഖരേരതി പ്രദക്ഷിണം മമ. അങ്ങനെ കുറെ ശ്ലോകങ്ങൾ അതാണ് അന്നേരം പാടിയത്. അപ്പോ 1000 സംവത്സരം ഇങ്ങനെ അടന്നു ഈ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. ഭഗവാന് കുറച്ച് കാരുണ്യം വന്നു. പറഞ്ഞു കാലിളക്കുമ്പോൾ കൈ പുറത്തേക്ക് വന്നല്ലോ. നിന്റെ അത്ര വരവില്ലവരാരുമില്ല ഈ ഭൂമിയിൽ. നീ കരഞ്ഞില്ലേ, രാവൺ ചെയ്തതുകൊണ്ട് എനിക്ക് രാവണൻ എന്നുള്ള പേരും ആയിക്കോട്ടെ. ചന്ദ്രഹാസം എന്ന് പറഞ്ഞൊരായതും നിനക്ക് തരാം. നിന്നെ കുറിച്ച് ഞാൻ സന്തുഷ്ടനായിട്ടുണ്ട് കേട്ടോ. ഇന്ന് തുടങ്ങിയിട്ട് എന്നെ ഭജിക്കണം. ഭജിച്ചുകൊണ്ടൊന്നും നിനക്കൊന്നും അപജയം വരില്ല, ജയം മാത്രമേ വരുള്ളൂ. വന്ന വഴിക്കന്നെ എതിരെ കൂടാന്ന് വെച്ചാൽ പോയിക്കോളൂ, ഞാൻ വഴി തരുന്നുണ്ട് എന്ന് പറഞ്ഞു. നേരം നമസ്കരിച്ചിട്ട് പുഷ്പത്തിൽ കയറിയിട്ട് ഹിമവൽഗിരി വരകാനനെ സുപ്രീതി കൊണ്ട് വസിച്ചാന്റെ ശാസനം അതിൽ കയറിയിട്ട് പോയി. ദശാസിൻ എന്ന് പറയുന്നത് ലങ്കയിലേക്ക്. ഇനിയിപ്പം ഒരു വേദവതി എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. ആ ശാപം അവളെ കയറി പിടിക്കാൻ പോയ സമയത്താണ്. അതാണ് ആ വേദവതിയാണ് ഒരു പുനർജന്മം, സീതയുടെ പുനർജന്മം, സീതയായത്. വേദവതിയുടെ പുനർജന്മാണ് സീതയായത് എന്ന് അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കി പറഞ്ഞാൽ ലങ്കയിൽ പോയി താമസിക്കട്ടെ. നാളെ വേദവതിനെ കയറി പിടിക്കാൻ പോയിട്ട് ഇന്ന് നമുക്ക് എത്രയും ഭാഗം ഭഗവാന്റെ തൃപ്പാദപത്മങ്ങളിൽ സമർപ്പിച്ച്